മനുഷ്യരെ കൊല്ലാൻ ബോംബുണ്ടാക്കുക, അത് കയ്യിലിരുന്ന് പൊട്ടി മരിക്കുക, കയ്യും കാലും പോകുക, പരിശോധനയിൽ ബോംബ് ശേഖരം കണ്ടെത്തുക. ആരെ കൊല്ലാനാണ്? മനുഷ്യരെ. അറസ്റ്റിലാകുന്ന പ്രവർത്തകരെ തള്ളിപ്പറയുക, പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് പാർട്ടി സെക്രട്ടറി പറയുക, താഴെ തട്ടിൽ നേതാക്കൾ പോയി ചേർത്ത് പിടിക്കുക. മനുഷ്യരുടെ പാർട്ടിയാണ്, മരിച്ചാൽ പോകേണ്ടേ എന്ന് ന്യായീകരിക്കുക. ഈ നാട്ടിലെ ഇന്റലിജൻസും പോലീസും ഈ കുടിൽ വ്യവസായം കാണാതെ പോയതാണോ, കണ്ണുകെട്ടിയതാണോ? വാളെടുത്തവൻ വാളാലെ എന്നതിൽ വേദനിക്കേണ്ടതൊന്നുമില്ല. പക്ഷേ ആരെ കൊല്ലാനുണ്ടാക്കിയതാണ് ആ ആയുധമെന്നത് നാടിന്റെ ചോദ്യമാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് വർഗീയതയോ വെറുപ്പോ വിഷമോ വിറ്റ് വോട്ടുണ്ടാക്കാൻ ആളുള്ള കാലത്ത് ആരെ കൊല്ലാനാണ് ആ ബോംബുണ്ടാക്കിയത് എന്ന് കേരളത്തിന് അറിയണം. പാർട്ടിക്ക് പങ്കുണ്ടോ? ബോംബുണ്ടാക്കൽ കുടിൽ വ്യവസായമോ? തള്ളിപ്പറയൽ കണ്ണിൽ പൊടിയിടാനോ? നേതാക്കളുടെ സന്ദർശനം എന്തു സന്ദേശം? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് ശ്രീകാന്ത് BJP-യിൽ നിന്ന്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ, കുടിപ്പകയുടെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു തീർക്കലിന്റെ വലിയ ചരിത്രമുണ്ട് കേരളത്തിന്. അവിടെ നിന്ന് സമാധാനത്തിൻ്റെതെന്ന് എന്ന് കരുതുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുടിൽ വ്യവസായം എന്ന രീതിയിൽ ബോംബുണ്ടാക്കുക, അതുണ്ടാക്കുന്ന ഇടയ്ക്ക് അത് പൊട്ടി മരിക്കുക, കയ്യും കാലും മറ്റ് ജീവിതകാലം മുഴുവനും ജീവിക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കേൾക്കാറുമുണ്ട്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളത് ഒരു സംവിധാനത്തിനും, ഒരു ഇന്റലിജൻസ് സംവിധാനത്തിനും പോലീസ് സംവിധാനത്തിനും അതില്ലാതാക്കാൻ കഴിയാതെ ഇരിക്കുക എന്നതൊക്കെ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളെ വലിയ തോതിൽ നാണം തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അത് പാർട്ടിക്ക് പങ്കില്ല എന്ന് തള്ളി പറയുകയാണ് CPM ചെയ്തത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇന്നലെയും ഇന്നും ഗോവിന്ദമാഷ് അങ്ങനെ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടു. ഇന്ന് പാനൂർ ഏരിയ കമ്മിറ്റി അംഗവും പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും മരിച്ച ഷെറിന്റെ വീട്ടിലേക്ക് പോയതായുള്ള വാർത്തകൾ വരുന്നു. പാർട്ടി തള്ളി പറഞ്ഞ, പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ കാര്യത്തിലെ പ്രതിയുടെ വീട്ടിലേക്ക് എന്തിനാണ് പാർട്ടി അംഗങ്ങൾ, പാർട്ടി നേതാക്കൾ ചെല്ലുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തത്? ഈ വിഷയത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷ് വളരെ കൃത്യമായിട്ട് പാർട്ടിയുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ മരണപ്പെട്ട വ്യക്തിക്കോ, ഇതിൽ പരിക്കു പറ്റിയവർക്കോ, അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കോ CPM-ഉമായി യാതൊരു ബന്ധവുമില്ല എന്നത് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മറിച്ച് CPM പ്രവർത്തകരെ ആക്രമിച്ച കേസുകളിൽ പ്രതിയാണ് ഇതിൽ പ്രധാനമായും പരിക്കേറ്റ 2 പേർ. ഒരു CPM ലോക്കൽ കമ്മിറ്റി അംഗമായ വനിതയുടെ വീട് ആക്രമിച്ച കേസിലെ പ്രതി, അതുപോലെ പ്രധാനപ്പെട്ട CPM-ന്റെ പ്രവർത്തകരെ ക്രൂരമായി ആക്രമിച്ചതിന്റെ ഭാഗമായി 4 വർഷം മുമ്പ് തന്നെ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലടക്കം ഇവർ ഏർപ്പെടുന്ന കാര്യം വളരെ ഗൗരവമായി പാർട്ടി അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവരാരും പാർട്ടി അംഗങ്ങളായിരുന്നില്ല. അതിൽ ഒരാൾ ഒരു മുതിർന്ന പാർട്ടി അംഗത്തിന്റെ മകൻ ആണ്. പക്ഷെ അദ്ദേഹത്തെ 4 വർഷം മുമ്പ്, ബിനീഷ് എന്ന് പറയുന്ന ഇതിൽ പരിക്കേറ്റ വ്യക്തിയെ 4 വർഷം മുമ്പ് ഈ പാർട്ടി അംഗമായ നാണു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയതാണ്. 4 വർഷമായി ഈ ബിനീഷിന്റെ സ്വന്തം വീടുമായി പോലും യാതൊരു ബന്ധമുണ്ടായിരുന്നില്ല. അത്തരത്തിൽ ഓരോ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെയും സാഹചര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ പാനൂര് CPM-ന്റെ ഏരിയ കമ്മിറ്റിയും പത്രസമ്മേളനം വിളിച്ച് തന്നെ ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ജനപ്രതിനിധികളായവർ, പ്രത്യേകിച്ച് അശോകൻ എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ അവിടെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കം 2-3 പാർട്ടി അംഗങ്ങൾ ഈ മരണപ്പെട്ട ആളുടെ വീട് സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അവരുടെ വീട് സന്ദർശിക്കുന്ന സാഹചര്യം അവർ ജനപ്രതിനിധി എന്ന രൂപത്തിലാണ്, ഏതെങ്കിലും തരത്തിൽ CPM-ഉമായിട്ട് ബന്ധമുള്ള ആളുടെ വ്യക്തി എന്ന രൂപത്തിലല്ല, മറിച്ച് ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന രൂപത്തിലാണ് മരണപ്പെട്ട ആളുടെ ശവസംസ്കാര ചടങ്ങുകളിലടക്കം പോയി പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. കൃത്യമായി പാർട്ടിക്ക് ഒരു ബന്ധമില്ല എന്നും ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി പ്രവർത്തകരായിരുന്നവരല്ല ഇതിൽ ഉൾപ്പെട്ട മരണപ്പെട്ടയാളോ പരിക്കേറ്റയാളോ എന്നും വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആരും അങ്ങോട്ട് ശരി. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, പാനൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് സുധീർ കുമാർ, പൊയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അശോകൻ എന്ന് പറയുന്നയാൾ. പാർട്ടി വലിയ തോതിൽ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ പാർട്ടിയാണ് ഇത്തരത്തിൽ ബോംബ് ഉണ്ടാക്കുന്നത്, കലാപത്തിന് വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആകെ, കോൺഗ്രസും BJP-യും എല്ലാം ആരോപിക്കുമ്പോൾ, രാഷ്ട്രീയമായി വലിയ ആരോപണം നേരിടുന്ന സമയത്താണ് ഈ പറയുന്ന സന്ദർശനം ഉണ്ടാകുന്നത്. ഇനി അങ്ങ് പറഞ്ഞതുപോലെ അത് പാർട്ടിക്ക് ബോധ്യമുണ്ട്, ജനപ്രതിനിധികൾ എന്ന നിലയിലാണ് അവരവിടെ ചെന്നത് എങ്കിൽ ഇന്ന് നിങ്ങളുടെ പാനൂർ ഏരിയ സെക്രട്ടറി KE കുഞ്ഞബ്ദുള്ള അതിനെ തള്ളി പറഞ്ഞത് എന്തിനാണ്? ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞത് എന്തിനാണ്?
ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെടുന്നവർ അത് CPM-ന്റെ വോട്ട് നേടി CPM-ന്റെ പാനലിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിലും അവർ ജയിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും പ്രതിനിധിയാണ്. അത് മരണമായാലും കല്യാണമായാലും മറ്റ് അടിയന്തര സാഹചര്യമായാലും അപകടമായാലും ജനപ്രതിനിധികൾ അവിടെ പോകുക എന്നുള്ളത് ജനപ്രതിനിധികളുടെ കടമയാണ്. ഇത് നിശ്ചിതമായി പാർട്ടി വിമർശിച്ച, പാർട്ടിക്ക് ഒരു ബന്ധമില്ല എന്ന് വ്യക്തമാക്കിയ സംഭവമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ CPM പ്രവർത്തകരെ ആക്രമിച്ച കേസുകൾ, ഇന്ന കേസുകളിൽ പ്രതിയായവരാണ് ഇതിൽ മരണപ്പെട്ടയാളും പരിക്കേറ്റവരും എന്ന് കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ്, പത്രമാധ്യമങ്ങളെ അടക്കം അറിയിച്ചതാണ്. മറിച്ച് അവിടെ ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു, അത് ജനപ്രതിനിധി എന്ന രൂപത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് CPM-ന് അതിൽ ബന്ധമുണ്ടെന്ന് അവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ള BJP-ക്കാരോ കോൺഗ്രസ്സുകാരോ പോലും പറയില്ല. അതിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ് എന്ന് വിചാരിക്കുക. ആ സമയത്ത് അവിടേക്ക് ജനപ്രതിനിധികൾ ഓടി ചെല്ലുന്നത് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ മരിച്ചുപോയ ആളുകളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, നാട്ടിൽ എന്തിനും പോന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ആയുധമുണ്ടാക്കി. ആ ആയുധം ഉണ്ടാക്കുന്നതിനിടയിൽ കൊല ചെയ്യപ്പെട്ട ആളാണ്. നിയമവിരുദ്ധ പ്രവർത്തനത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ട ആളുടെ വീട്ടിലേക്ക് ഓടിക്കയറി ചെന്ന് കെട്ടിപ്പിടിക്കേണ്ട എന്തു ബാധ്യതയാണ് ജനപ്രതിനിധിക്കുള്ളത്? അദ്ദേഹം അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടാവുക? ഇല്ല, ഞങ്ങളുടെ നയം ക്ലിയറാണ്, വ്യക്തമാണ്. കഴിഞ്ഞതിന്റെ മുൻപത്തെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ആദ്യ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടി നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലും അത്തരത്തിലുള്ള ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് പ്രത്യാക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്നും വളരെയധികം ജാഗ്രതയോടുകൂടി മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടാവൂ എന്ന് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനമെടുത്ത് നിയമവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അതിനിടയിൽ കൊല ചെയ്യപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് അനുശോചനം അറിയിക്കാൻ പോകേണ്ട എന്ത് പ്രശ്നമാണ്, എന്ത് ആവശ്യകതയാണ് ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ടായത് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ആക്രമണ സംഭവവുമായി ബന്ധപ്പെട്ട പാർട്ടി നയം അവിടെ നിൽക്കട്ടെ, അതിനെ നിങ്ങളുടെ ഏരിയ സെക്രട്ടറിയാണ് തള്ളി പറഞ്ഞത്. ഇത് അല്ല, താങ്കൾ ചോദിച്ചു അവിടെ പോയി കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അനുശോചനത്തിന്റെ ഭാഗമായി അവിടെ പോയി സന്ദേശം കൊടുക്കാനോ ഒന്നുമല്ല. ഒരു അപകടം നാട്ടിലുണ്ടായി. അപകടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്, നിശ്ചിതമായിട്ട് വിമർശിച്ചത്. നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി, ഒരാൾ കൊല ചെയ്യപ്പെട്ട് ഇരയായിപ്പെടുന്നത് പോലെയല്ല നിയമവിരുദ്ധ പ്രവർത്തനത്തിന് കൂട്ടുപിടിച്ച ആളുടെ അല്ലെങ്കിൽ അതിൽ പങ്കായ ആളുടെ വീട്ടിലേക്ക് ചെല്ലുന്നതും ആശ്വസിപ്പിക്കുന്നതും. അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ഏതെങ്കിലും ജില്ലാ തലത്തിലുള്ള നേതാവോ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളോ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നവരോ അവിടെ പോയി സന്ദർശിക്കുകയോ അനുശോചനം രേഖപ്പെടുത്തുകയൊന്നും ചെയ്തിട്ടില്ല. ജനപ്രതിനിധികളായവർ അത് CPM-ന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അവർ ആ പ്രദേശത്തിന്റെ നേതാക്കന്മാരാണ്. ആ ചടങ്ങിൽ പങ്കെടുത്തു അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് സന്ദർശിച്ചു എന്ന് വെച്ചിട്ട് വേറെ അതിന് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനം കൊടുക്കേണ്ടതില്ല. ഞങ്ങൾ കൃത്യമായി പറയുന്നു, എന്തും ചെയ്യാം, പക്ഷെ നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നല്ലോ. പാർട്ടിയുടെ ഘടനയിൽ ഒരു ഏരിയ സെക്രട്ടറിയും ലോക്കൽ സെക്രട്ടറിയും ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പാർട്ടിയെ പറ്റി അടിസ്ഥാന വിവരമുള്ള എല്ലാവർക്കും അറിയാം. ഒരു ലോക്കൽ സെക്രട്ടറിയും പാർട്ടിയുടെ തീരുമാനത്തിനെതിരായോ ഒരു ഏരിയ സെക്രട്ടറിയും പാർട്ടിയുടെ തീരുമാനത്തിനെതിരായി ഒരു സന്ദർശനവും നടത്തില്ല. ഇത്രയേറെ കേരളം ചർച്ച ചെയ്ത വിവാദമായ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർശനം നടത്തുന്നുണ്ടെങ്കിൽ അത് സ്വയം തീരുമാനപ്രകാരമോ സ്വന്തം പോർട്ട്ഫോളിയോയുടെ ഉത്തരവാദിത്തത്തിന് പ്രകാരമോ ആയിരിക്കില്ല എന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട അധികാരഘടന എന്താണെന്ന് വ്യക്തമാകുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇല്ല, രാഷ്ട്രീയ സംഘർഷമുള്ള മേഖലകളിൽ പോലും തന്നെ ഒരു ശവസംസ്കാരം ചടങ്ങ് നടക്കുമ്പോഴും അതിന്റെ ചടങ്ങുകളുടെ ഭാഗമായി പങ്കെടുക്കാറുണ്ട്. അത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. അതൊരു ജനപ്രതിനിധി എന്ന രൂപത്തിലും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രൂപത്തിൽ ആ ബ്ലോക്ക് അതിർത്തിയിലെ ഒരു നേതാവാണ്. ഈ മരണപ്പെട്ടയാൾ ശരിക്കും ഭീകരവാദ പ്രവർത്തനത്തിലോ തീവ്രവാദ പ്രവർത്തനത്തിലോ ജനവിരുദ്ധ പ്രവർത്തനത്തിലോ ഏർപ്പെട്ടിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും യാതൊരു ബന്ധമുണ്ടാവില്ല. കാരണം വീട്ടിൽ നിന്ന് പുറത്താക്കിയ ആൾ വരെ വലിയ പരിക്കേറ്റിട്ടുണ്ട്. കുടുംബമായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. ശരി, എനിക്ക് മനസ്സിലായി. മനുഷ്യ സ്നേഹം കൊണ്ട് ചെന്നു, കണ്ടു, ആശ്വസിപ്പിച്ചു. എനിക്ക് മനസ്സിലായി. പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ഈ മീത്തല കുന്നോത്തുപറമ്പ് DYFI യൂണിറ്റ് സെക്രട്ടറിയുടെ പേരെന്താണ്? അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അങ്ങേക്ക് അറിയാമോ? പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ പേര് അമൽ ബാബു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമൽ ബാബു ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട്. അതെ,
അമൽ ബാബു ആണ് ഈ സംഭവം നടന്ന് ഒരു വ്യക്തി പോലും ഈ സ്ഫോടനം നടന്ന വീട്ടിലേക്ക് ചേരുവാനോ അല്ലെങ്കിൽ ഒരാളെ പോലും ആശുപത്രിയിൽ എത്തിക്കാൻ നാട്ടുകാർ തയ്യാറാവാതെ വന്നപ്പോഴാണ് അമൽ ബാബു ആണ് ഈ പരിക്കേറ്റ് ചോര ഒലിപ്പിച്ചവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അമൽ ബാബു ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ കൃത്യമായി അമൽ ബാബു ആശുപത്രിയിൽ കൊണ്ടുപോയി ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിനെതിരെ ആയിട്ടുള്ള ഒരു ചാർജ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സംഭവവുമായി ഏതെങ്കിലും തരത്തിൽ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അമൽ ബാബു ആണ് ചോര ഒലിപ്പിച്ച് കിടന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ആദ്യം തയ്യാറായത്. അത് നാട്ടുകാർ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഇടപെട്ടിട്ടുണ്ട്. അതിൽ പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും പ്രതികൾ കീഴടങ്ങാനുണ്ട്. ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിനിടയിൽ ഈ പറയുന്ന ഒളി സങ്കേതത്തിൽ നാട്ടിൽ, വിപണിയിൽ, തെരുവിൽ, റോഡ് സൈഡിൽ വെച്ചുകൊണ്ടല്ല ബോംബ് നിർമ്മാണം നടത്തുന്നത്. അവിടെ എത്തുകയും സമയോചിതമായി ഇടപെടുകയും 108 വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ, അതിന്റെ പേരിൽ മാത്രം അറസ്റ്റിലാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് കുറച്ച് കടുപ്പമാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ പോലീസിന്റെ ഒരു സമീപനം ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. എല്ലാത്തിനും കൃത്യമായ മറുപടി ഉണ്ട് എന്നത് ആശ്വാസകരവുമാണ്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ഡോക്ടർ ജിൻഡോ ജോൺ അങ്ങേക്ക് കേൾക്കാമോ? ഒറ്റ മിനിറ്റ്. ശരി, അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റവും സുതാര്യമായി പോസിറ്റീവായിട്ട് തന്നെ പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു ഘട്ടത്തിൽ പോലും പാർട്ടി സംവിധാനമോ ഭരണ സംവിധാനമോ ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇടപെടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ആരെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടോ? അവിടെ ഓടിയെത്തി ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന ആളുകൾക്ക് ഇതുമായി ഒരു ബന്ധവും പ്രാഥമികമായി ഇല്ല എന്ന് തിരിച്ചറിയാനൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയും. സർ, ഞാൻ അവിടെ ഇന്ന ശബ്ദം കേട്ട് ഇത്ര മണിക്കാണ് ചെന്നത്, എന്നോടൊപ്പം ഇന്ന ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആളുകൾ ഇല്ലായിരുന്നു, അത്രയും സമയം ഞാൻ ഇവിടെയാണ് നിന്നത്, ഈ ശബ്ദം കേട്ട് ഓടിച്ചെന്നതാണ്, ഞാൻ ഇവരെ വാരി എടുത്തുകൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ പിടിച്ച് ജയിലിലിടുന്നവരാണ് നമ്മുടെ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അങ്ങനെ തെളിയിക്കാൻ വിദഗ്ധരായ വക്കീലന്മാരെ നമുക്ക് ലക്ഷങ്ങൾ വെച്ച് വാദിപ്പിക്കുകയും ജയിപ്പിക്കുകയും പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്യാം. വീരപരിവേഷത്തോടെ ഇവരൊക്കെ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളായി നമ്മുടെ തെരുവിലൂടെ നടക്കട്ടെ. അത് കാണുന്നതും ഒരു സന്തോഷം തന്നെയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ അങ്ങേക്ക് കേൾക്കാമോ? എന്തായാലും അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരട്ടെ. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഈ ബോംബ് ഉണ്ടാക്കുക, ആ സമയത്ത് കൊല ചെയ്യപ്പെടുക എന്നൊക്കെ പറയുന്ന സംഭവം തിരഞ്ഞെടുപ്പിന്റെ കാലമാണ്. ഇത് ആർക്ക് നേരെ ഉപയോഗിക്കാൻ ഉണ്ടാക്കിയതാണ് എന്നുള്ളത്, ആരുണ്ടാക്കിയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചോ എന്നുള്ളത് നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്നവർക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്ന അനിവാര്യമായ ദുരന്തം എന്ന രീതിയിൽ വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ അതും നിയമത്തിന്റെ പ്രശ്നമാണ് എന്നിരിക്കലും. പക്ഷെ ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ബോംബ് ഉണ്ടാക്കുന്നത് എന്തിനാണ് ഡോക്ടർ ജിൻഡോ ജോൺ? അത് വീട്ടിൽ കാഴ്ച വസ്തുവായി വെക്കാനല്ലല്ലോ. അതുണ്ടാക്കുന്നത് ആർക്കെങ്കിലും എതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അതിനിരയാകേണ്ടി വരുന്നവർ നിസ്സഹായരായിരിക്കും, നിഷ്കളങ്കരായിരിക്കും, കുഞ്ഞുങ്ങളായിരിക്കും, വൃദ്ധരായിരിക്കും, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ ഒക്കെ പ്രതീക്ഷകളായിരിക്കും. ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കി വെക്കാനും അത് ആവശ്യത്തിനടുത്ത് പ്രയോഗിക്കാനും ഒക്കെ കഴിയുന്നവർ ഒരു പ്രശ്നവുമില്ലാതെ, ഒരു സംവിധാനവും പോലീസും ഇന്റലിജൻസും അറിയാതെ നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ്. എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ശ്രീ മാധു, ഇതിൽ നിങ്ങൾ പറഞ്ഞ അവസാന വാക്കില്ലേ, സുരക്ഷിതത്വം, അങ്ങനെ ഒന്നും ഇല്ല കേരളത്തിൽ. അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് ബോംബ് നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ എങ്ങനെയാണ് അവരുടെ കയ്യിലെത്തിപ്പെടുന്നത്? ഇവിടെ ഇന്റലിജൻസും പോലീസും ഒക്കെ വലിയ രീതിയിൽ പെർഫോം ചെയ്യുന്നതല്ലേ ഇവർ പറയുന്നത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനം അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അവർ പറയുന്ന കാലഘട്ടത്തിലാണ് കണ്ണൂർ പോലെ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ ഇങ്ങനെ CPM-ന്റെ മുൻകാല പ്രവർത്തകർ എന്നിവർ ഇപ്പൊ തള്ളി പറയുന്ന ആളുകൾ ആരും ആയിക്കൊള്ളട്ടെ, ഇപ്പോഴുള്ളവരോ ഇല്ലാത്തവരോ ആയിക്കൊള്ളട്ടെ, ആളുകളുടെ കയ്യിൽ എങ്ങനെ ബോംബ് നിർമ്മിക്കാനുള്ള സാധന സാമഗ്രികൾ കിട്ടുന്നത്? ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിൽ പോലും കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ എത്രയോ സ്ഥലത്ത് നിന്ന് ഇതുപോലെ ബോംബ് നിർമ്മാണ സാമഗ്രികളും ബോംബുകളും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിൽ പോലീസിന് വലിയ വീഴ്ചയുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഇവരുടെ പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞ് തള്ളി പറയുന്നു. കേരളത്തിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ബോംബ് സ്ഫോടനത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിലോ ഇന്നേ വരെ CPM ഇതിൽ കുറ്റവാളികൾ ആയിട്ടുള്ള ആളുകൾ ഞങ്ങളുടെ പ്രവർത്തകരാണ്, നേതാക്കന്മാരാണെന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പോലും ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികൾ പോലും ഞങ്ങളുടെ നേതാക്കന്മാരെ പ്രവർത്തകരാണെന്ന് ഇവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അതിനപ്പുറത്ത് ഇവർ ആ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമസഹായം ഉറപ്പുവരുത്താൻ, അവരുടെ കുടുംബ സഹായം ഉറപ്പുവരുത്താൻ, ബക്കറ്റ് പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ, പൊതുഖജനാവിൽ നിന്ന് കൊള്ളയടിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് CBI പോലുള്ള അന്വേഷണങ്ങൾ വരാതിരിക്കാൻ വക്കീലിനെ ഇറക്കാനോ ഒക്കെ ഇവർ ശ്രമം നടത്തും. പക്ഷേ ഇവരുടെ നേതാക്കന്മാരോ പാർട്ടിക്കാരോ അല്ല എന്ന് ഇവർ തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും. 2015 ഇതേപോലെ തന്നെ 2 CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം, ബോംബുണ്ടാക്കുന്നതിനിടയ്ക്ക് അവർ സ്വന്തം നിലയിൽ ബോംബുണ്ടാക്കി
ഉണ്ടാക്കുന്നു, ബോംബ് പൊട്ടുന്നു, അവർ മരണപ്പെടുന്നു. പാർട്ടി ആദ്യം ചെയ്തത് പാർട്ടി അവരെ തള്ളി പറയുന്നു. അതിനുശേഷം അതിനുശേഷം അവരുടെ പേരിൽ സ്മാരകം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവർ സ്മാരക ധനസമാഹരണം നടത്തിയത് നമ്മൾ കണ്ടു. കേരളത്തിന്റെ ചരിത്രത്തിൽ CPM ഇതുപോലെ നിരവധി പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ മരണപ്പെട്ട ആളുകളുടെ, കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഇവര് ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബം അനാഥമാക്കപ്പെടുന്നു. കേരളത്തിലെ ഏതെങ്കിലും CPMന്റെ ഉന്നത നേതാവിന്റെയോ MLA-മാരുടെയോ മന്ത്രിമാരുടെയോ വേണ്ടപ്പെട്ട ആളുകൾക്ക് അപകടം നടക്കുന്നില്ല. ഇതിൽ മരണപ്പെട്ട ഇന്ന് പോലും ഈ ബോംബ് പൊട്ടി മരണപ്പെട്ട ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചനം ഉള്ളപ്പോൾ തന്നെ സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന് പറയുമ്പോൾ തന്നെ ഇത് ബോംബ് ഇവരുടെ കയ്യിലിരുന്ന് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് എവിടെ പൊട്ടാമായിരുന്നതാ? തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ അതിനുശേഷമോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേ പോലീസ് സ്റ്റേഷൻ പരിധിക്കകത്ത് കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെ വൈകിട്ട് ഇതേ CPMന്റെ പ്രവർത്തകർ ബോംബെറിഞ്ഞ് കൊല്ലുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. 3 വർഷങ്ങൾക്കപ്പുറം രാവിലെ ഇവർ വോട്ടിംഗ് സ്ലിപ്പുമായിട്ട് പോളിംഗ് ബൂത്തിൽ വരുന്നു, വൈകിട്ട് വോട്ടെടുപ്പ് കഴിയുമ്പോൾ ബോംബെറിഞ്ഞ് കൊല്ലുന്നു. ഇത് കാണുന്ന ഇവർ പറയുന്നത് ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്ന്. ആ കേസിലെ പ്രതിയായിട്ടുള്ള രജീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ 2 ദിവസങ്ങൾക്ക് ശേഷം പാർട്ടി ഗ്രാമത്തിലെ കശുമാവിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. കൊല ചെയ്യപ്പെട്ടതാണെന്നും ആത്മഹത്യയാണെന്നുള്ള വിവാദമൊക്കെ നിൽക്കുന്നു. ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ഇവർ തന്നെയാണ്. ഇനി ഇതോടനുബന്ധിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടറി, മുന്തിയ നേതാക്കന്മാരും അരുൺകുമാർ അടക്കമുള്ള ആളുകൾ തള്ളി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവർ പറയുന്ന പാർട്ടിയുടെ പ്രവർത്തകരല്ല, നേതാക്കന്മാരല്ല, ആരുമല്ല. പിന്നെ ചില ആളുകൾ ഏരിയ സെക്രട്ടറി അടക്കം, ലോക്കൽ സെക്രട്ടറി അശോകൻ അടക്കം അവിടെ പോയത്, അവിടുത്തെ MLA അടക്കം പോയത് പ്രത്യേക ഒരു മനസാക്ഷിയുടെ പുറത്താണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ. TP ചന്ദ്രശേഖരൻ ഒരുപാട് പതിറ്റാണ്ട് നിങ്ങളോടൊപ്പം പ്രവർത്തിച്ച മനുഷ്യനാണ്. നിങ്ങളോടുള്ള ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പാർട്ടി വിട്ടുപോയപ്പോൾ ആ മനുഷ്യനെ കൊന്നു കളഞ്ഞ ആളുകൾ ആരൊക്കെയാണെന്ന് നമ്മൾക്കറിയാം. അത് വേറൊരു രാഷ്ട്രീയമാണ്, അവിടെ നിൽക്കട്ടെ. പക്ഷേ ആ കൊന്നു കളയപ്പെട്ട TP ചന്ദ്രശേഖരന്റെ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട്, അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്ത് എത്ര CPM നേതാക്കന്മാർ പോയിട്ടുണ്ട്? ഒന്ന് പറയണം അരുൺകുമാർ. ഈ മനസാക്ഷി TP ചന്ദ്രശേഖരന്റെ മൃതദേഹത്തോട് ആദരം അറിയിക്കാൻ നിങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ. അന്ന് VS അച്യുതാനന്ദൻ പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് പോയത് അന്ന് കേരളത്തിൽ വലിയ മാധ്യമ വാർത്തയായിരുന്നു. കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. KK രമയെ കെട്ടിപ്പിടിച്ച് VS അച്യുതാനന്ദൻ വിതുമ്പുമ്പോൾ കേരളത്തിലെ പാനൂർ അടക്കമുള്ള CPMന്റെ പാർട്ടി കോട്ടയിലുള്ള ഒരു പ്രാദേശിക നേതാവ്, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ പതിറ്റാണ്ടുകളോളം CPMന്റെ കൊടി പിടിച്ച നേതാവിന്റെ മൃതദേഹത്തോട് ആദരവ് കാണിക്കാൻ പോയിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് നമുക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറഞ്ഞ വാദം അംഗീകരിക്കണമെങ്കിൽ മാധു ഒറ്റ വാക്ക്. ശരി, പെട്ടെന്ന് പൂർത്തിയാക്കൂ. ഒറ്റവാദം. ഇന്ന് അരുൺകുമാർ പറഞ്ഞ വാദവും MP ഗോവിന്ദൻ പറഞ്ഞ വാദവും ഒക്കെ അംഗീകരിക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ണൂർ വടകരയിലെ സ്ഥാനാർത്ഥി KK ശൈലജ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്? അതുകൂടി നിങ്ങൾ പറയണം. നിങ്ങളുടെ നേതാക്കന്മാർ പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നത് കേട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അത് വിശ്വസിക്കാനായിട്ട് ഞങ്ങൾ DYFIയുടെ CPMന്റെ ക്യാപ്സൂൾ വിഴുങ്ങുന്ന മനുഷ്യന്മാരൊന്നല്ല. ഇത് ചെയ്തത് CPM ആണ്. CPM ഉത്തരവാദിത്തത്തോടു കൂടി, അവർ അറിവോട് സമ്മതത്തോടും കൂടി നടത്തിയതാണ്. അഡ്വക്കേറ്റ് ശ്രീകാന്ത്, ഇത് ഒരു സുപ്രഭാതത്തിൽ ആദ്യമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. നേരത്തെ ജിൻഡോ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്ഫോടക വസ്തു, ഈ ബോംബ് ഉണ്ടാക്കാനുള്ള സ്ഫോടക വസ്തുക്കൾ നമ്മുടെ നാട്ടിലേക്ക് എത്തണം. അത് സുരക്ഷിതമായി എവിടെയാണോ നിർമ്മാണ കേന്ദ്രം അവിടേക്ക് എത്തണം. അവിടേക്ക് ആളുകൾക്ക് സംഘടിക്കാൻ കഴിയണം. അവർ തമ്മിൽ ആശയവിനിമയം നടത്തണം. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. അതിനെതിരെ അധികൃതർ കണ്ണടയ്ക്കണം. ഇങ്ങനെ പലതും ചെയ്താൽ മാത്രമേ ഈ സ്റ്റീൽ ബോംബുകൾ പ്രവർത്തനക്ഷമമായി പിന്നീട് പരിശോധന നടത്തുമ്പോൾ കണ്ടെത്താൻ പാകത്തിലെത്തുകയുള്ളൂ. അല്ലാതെ ഭൂമിയിൽ നിന്ന് മുളച്ചു വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനൊക്കെ സാധിക്കുന്ന അന്തരീക്ഷത്തെയാണോ ക്രമസമാധാന പൂർണ്ണമായ ഒരു സമൂഹം എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്? ഈ തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ നമുക്കറിയാം എത്രത്തോളം വൾണറബിൾ ആണ് നമ്മുടെ സാമൂഹ്യ സാഹചര്യം എന്നുള്ളത്. ഏത് സമയത്തും എന്തും സംഭവിക്കാമെന്നൊക്കെയാണ് നമ്മുടെ ആശങ്ക. അവിടേക്കാണ് ഇത്രയും ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബുകളുടെ നിർമ്മാണവും സുരക്ഷിതമായ ശേഖരവും ഒക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. തീർച്ചയായിട്ടും ഇത് ക്രമസമാധാന തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ബോംബ് സ്ഫോടനം നടക്കുന്നതിന് മുമ്പേ തന്നെ പ്രദേശവാസികൾ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നു. പക്ഷേ പോലീസ് കാര്യമായിട്ട് യാതൊരു നടപടിയും എടുക്കാനോ റെയ്ഡ് നടത്താനോ ഈ പറയുന്ന ഇൻഫർമേഷൻ കറക്റ്റാണോ എന്ന് പരിശോധിക്കാനോ തയ്യാറാവാത്തതിൻ്റെ അനന്തരഫലമാണിത്. കൃത്യമായിട്ട് പോലീസിന് നിഷ്ക്രിയമാക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്നാക്റ്റീവായിട്ട്, പാസീവായിട്ട് ഇതിനെല്ലാം അനുവദിച്ചു കൊടുക്കാനുള്ള ഭരണതലത്തിലുള്ള നിർദ്ദേശം കിട്ടിയിരുന്നു. കാരണം ഈ ബോംബ് യാദൃശ്ചികമായിട്ട് ഉണ്ടാക്കിയതോ നിർമ്മിക്കുമ്പോൾ പൊട്ടിയതോ ഒന്നുമല്ല. ഈ ബോംബ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്, ഈ ബോംബ് അതുപോലെ തന്നെ മാരകായുധങ്ങളുടെ വൻ ശേഖരം നടത്താൻ വേണ്ടിയിട്ട് പാർട്ടി CPIM എന്ന് പറയുന്ന പാർട്ടി തീരുമാനിച്ച്, ആ പാർട്ടിയുടെ തീരുമാനത്തിന് അങ്ങനെ വരാൻ കാരണം അടുത്ത തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പരാജയം മണത്തറിഞ്ഞുകൊണ്ട് ആ
ദുരന്തത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആയുധങ്ങളും സ്ഫോടകങ്ങളും തയ്യാറാക്കലും അതിൻ്റെ ശേഖരണം നടത്തലും എന്നുള്ളതാണ്. ഈ നേരത്തെ CPM-ൻ്റെ പ്രതിനിധി അരുൺകുമാർ പറഞ്ഞതിനൊരു കാര്യം കൂടി പറയാം. അരുൺകുമാർ വളരെ തന്ത്രപരമായിട്ട് ഒരു തരത്തിലും ഈ പൊതുസമൂഹം അത് തിരിച്ചറിയുമെന്ന് അറിയാതെ പാർട്ടി ക്ലാസ്സിൽ ക്യാപ്സ്യൂളുകൾ വാങ്ങിച്ച് ഇവിടെ വിളമ്പുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങേരുടെ വെർഷൻ ഇങ്ങനെയായിട്ടാണ് എന്നെപ്പോലുള്ള സാധാരണക്കാരൻ മനസ്സിലാക്കുന്നത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവൻ രക്ഷാ പ്രവർത്തകർ അവർ തെരഞ്ഞെടുപ്പ് സമയത്ത് എതിരാളികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില പടക്കങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ആ പടക്കം തയ്യാറാക്കി എതിരാളികളുടെ ജീവൻ രക്ഷിച്ച് ചില ജീവനുകൾ രക്ഷിച്ചു. ആ ജീവൻ രക്ഷിച്ചതിൻ്റെ ആഘോഷം ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടി പടക്കങ്ങൾ നിർമ്മിച്ചു. അങ്ങനെ ആ പടക്കങ്ങളാണ് പൊട്ടിയത്. ആഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പടക്കങ്ങളാണ് പൊട്ടിയത്. അങ്ങനെ പൊട്ടിയ പടക്കങ്ങൾ അങ്ങനെ ജീവൻ രക്ഷിക്കാൻ ഉള്ള ശ്രമത്തിനിടെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ജീവൻ പ്രവർത്തകൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ട് അവിടുത്തെ CPM-ൻ്റെ നേതാക്കന്മാരും അവിടുത്തെ CPM-ൻ്റെ ജനപ്രതിനിധികളും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതൊരു വലിയ കാര്യമാണ്, ഈ സമൂഹത്തിൽ ഇങ്ങനെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത അതിൽ രക്തസാക്ഷിയായിട്ടുള്ള ആളുടെ വീട്ടിലേക്ക് പോകുന്നു, അയാളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നു, വീട്ടുകാരെ ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഈ സമൂഹത്തിൽ വേണ്ടത് എന്ന മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയതിനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് CPM-ൻ്റെ പ്രതിനിധി ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നത്. ഇതിനപ്പുറത്തൊന്നുമില്ല. നേരത്തെ അരുൺകുമാർ പറഞ്ഞ കാര്യത്തിൽ എനിക്കും മറുവാദമുണ്ട്. ഒരു പാർട്ടിയുടെ നേതാവ് പോകുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ പ്രവർത്തകൻ മരിച്ചാൽ അത് ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ പാർട്ടിയുടെ നേതാവ് അവിടെ പോയത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയല്ല, അതിനേക്കാൾ ഉത്തരവാദിത്വ ബോധമാണ്, അതിനേക്കാൾ അപ്പുറത്തെ ഒരു ചുമതല ഈ ജനപ്രതിനിധികൾക്കുണ്ട്. മറ്റുള്ളവരുടെ ജീവൻ അപഹരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ബോംബുണ്ടാക്കി ആ ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ഇടയിൽ ജീവൻ കൊല ചെയ്യപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത് സമൂഹത്തിൽ തീർച്ചയായിട്ടും ഒരു തെറ്റായിട്ടുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ നിർമ്മിക്കുന്ന ഈ ബോംബ് നിർമ്മിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഭീകരവാദികൾക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയാണ്, അത് പരസ്യമായിട്ടുള്ള പിന്തുണയാണ് ഇപ്പോൾ CPM കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് യാദൃശ്ചികമായിട്ട് വളരെ നിഷ്കളങ്കമായിട്ട് സമൂഹത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ജനപ്രതിനിധി എന്ന നിലക്ക് എൻ്റെ കടമയാണ് എന്ന് ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിനെയോ അല്ലെങ്കിൽ അത്തരം ആളുടെ വീട്ടിലേക്ക് പോയതിനെ കാണാൻ സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ മനസ്സിലാക്കുന്നത് BJP ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞു ഇതോടനുബന്ധിച്ച് വീട്ടിലേക്ക് പോയത് ശ്രീമതി മാധു വീട്ടിലേക്ക് പോയത് യാദൃശ്ചികമായിട്ടല്ല. വീട്ടിലേക്ക് പോയത് ഈ വീട്ടുകാര് നാളെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇത് CPM-കാർ പറഞ്ഞിട്ടാണ് ബോംബ് നിർമ്മിച്ചത്, അങ്ങനെ CPM-ൻ്റെ നിർദ്ദേശം നടപ്പിലാക്കുന്ന സമയത്ത് എൻ്റെ മകൻ്റെയോ അല്ലെങ്കിൽ സഹോദരൻ്റെയോ ഒക്കെ ജീവൻ നഷ്ടപ്പെട്ടത്, ഭർത്താവിൻ്റെയോ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് വീട്ടുകാർ പറയരുത് എന്ന് ഉത്തമ ബോധ്യത്തിൽ അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം പുറത്ത് വരാതിരിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കുകയാണ്. ഭീഷണി മാത്രമല്ല, അവരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരാൾ പാർട്ടി അംഗങ്ങളെ ക്രൂരമായി ആക്രമിച്ചതിന്റെ പേരിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഒരു സൈസ് ആളുകളാണ്, വിഭാഗം ആളുകളാണ് എന്നൊക്കെയാണ്. അങ്ങനെ മാറ്റി നിർത്തിയ ആളുകൾ, അവർക്ക് കൃത്യമായി ഈ പറയുന്ന ക്രിമിനൽ സ്വഭാവമുണ്ട് എന്നൊക്കെ പാർട്ടിക്ക് ബോധ്യമുള്ള ആളുകൾ. കഴിഞ്ഞ ദിവസം പ്രകാശ് മാസ്റ്റർ പറഞ്ഞത് കേട്ടത് ബോംബ് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ്. അത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുണ്ട് എന്ന് പ്രാദേശികമായി നല്ല ബോധ്യമുള്ള ആളുകളുടെ വീട്ടിലേക്കാണ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എത്തുന്നത്. ഇത്രയും വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ട് ജനപ്രതിനിധി എന്ന രീതിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ ജാഗ്രത പാലിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിന് ശ്രീ KE കുഞ്ഞബ്ദുള്ളയ്ക്ക് അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടി വന്നത്?
ഇവിടെ ഞാൻ കൃത്യമായി മറുപടി പറയാം. ഇപ്പൊ ഈ BJP-യുടെ നേതാവ് പറഞ്ഞത് ഇത് കണ്ണൂർ ജില്ലയിൽ ആദ്യത്തെ സംഭവമാണ്, CPM മാത്രമാണ് ഇതിന് പിന്നിൽ നിന്ന്. ഞാനിന്ന് ചോദിച്ചോട്ടെ, ഈ പാനൂരുള്ള RSS നേതാവ് വടക്കേയിൽ പ്രമോദിനെ താങ്കൾ അറിയുമോ? അതുപോലെ തന്നെ വടക്കേയിൽ ശാന്തയെ താങ്കൾ അറിയുമോ? 2 ആഴ്ച മുമ്പേ 770 കിലോ സ്ഫോടക വസ്തുവാണ് ഈ വടക്കേയിൽ പ്രമോദിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചത്, വടക്കേയിൽ ശാന്തയുടെ വീട്ടിൽ നിന്ന് പിടിച്ചത് 2 ആഴ്ച മുമ്പാ. ഇതേ പാനൂര് തന്നെയാണ്. ഈ പാനൂര് ഇത്രയും കൂടുതൽ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് RSS ആണ്. എത്രയോ സംഭവ വികാസങ്ങൾ ഈ തൊട്ടടുത്തുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ സംഭവത്തെ കൗണ്ടർ ചെയ്യാൻ മറ്റ് സംഭവങ്ങൾ പറയുകയല്ല. ഞാൻ ആദ്യഘട്ടത്തിൽ അത്തരം കൗണ്ടർ ചെയ്യാൻ ഒരു സംഭവം പറഞ്ഞില്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ചെറുവാഞ്ചേരിയിലെ നിർമ്മിച്ച ബോംബ് മാറ്റുന്നതിനിടയിൽ 2 RSS പ്രവർത്തകർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. അതും കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ്. അതുപോലെ പൊയിലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബോംബ് നിർമ്മിക്കുന്നതിനിടെ 2 RSSകാർ കൊല്ലപ്പെട്ടു. അതായത് മാസങ്ങൾ പുറകിലേക്ക് നോക്കിയാൽ ഇതേ പ്രദേശത്ത് തന്നെ 4 RSS പ്രവർത്തകരാണ് കൊല ചെയ്യപ്പെട്ടത്. എന്നെ കൊണ്ട് കണക്ക് പറയിപ്പിക്കേണ്ട. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകർ മൊകേരി വെള്ളിയായിൽ വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സ്ഫോടനത്തില് 2 കോൺഗ്രസ് പ്രവർത്തകരുടെ കൈപ്പത്തി അറ്റുപോയി. തൊട്ടടുത്ത് പാറാട് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ഓഫീസിന് സമീപേ ബോംബ് നിർമ്മാണത്തിനിടയിൽ 4 ലീഗ് പ്രവർത്തകരുടെ കൈപ്പത്തിയും കാലും അറ്റുപോയി. അതൊക്കെ UDF പ്രവർത്തകരാ. ഇത്തരത്തിൽ ചരിത്രമുള്ള പ്രദേശം തന്നെയാണ് കണ്ണൂർ, കോഴിക്കോട് ജില്ലയിൽ. നമുക്കറിയാം. ഇതൊന്നും ഈ സംഭവത്തെ കൗണ്ടർ ചെയ്യാനോ ന്യായീകരിക്കാനോ വേണ്ടി ഞാൻ പറയല്ല. ഇപ്പൊ മാലാഖ ചമഞ്ഞ് കുറച്ച് ആളുകൾ വന്നിരിക്കുകയാണ്. ഇവിടെ നേതാക്കന്മാർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു MLA നഷ്ടപ്പെട്ട പ്രസ്ഥാനമുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റിനെ നഷ്ടപ്പെട്ട പ്രസ്ഥാനമുണ്ടോ? അതുപോലെ മുനിസിപ്പൽ ചെയർമാനെ നഷ്ടപ്പെട്ട പ്രസ്ഥാനമുണ്ടോ? ജില്ലാ പഞ്ചായത്ത് അംഗത്തെ നഷ്ടപ്പെട്ട പ്രസ്ഥാനമുണ്ടോ? അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് CPM ആണ്. അതിന്റെ ചരിത്രമൊന്നും വിളമ്പിക്കേണ്ട. ഏറനാടിന്റെ പ്രിയപ്പെട്ട MLA കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് പറയുന്നത് നേതാക്കന്മാരെ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾക്കെന്ന്. ചാവക്കാട് മുനിസിപ്പൽ ചെയർമാൻ KP വത്സലിനെ ക്രൂരമായി വെട്ടിനുറുക്കി കൊന്നത് RSS. ആ RSSന്റെ നേതാവ് പറയുകയാണ് നിങ്ങൾക്ക് നേതാക്കന്മാരെ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. ഇതേ പ്രദേശത്ത് തന്നെയല്ലേ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്? ഇതേ കൂത്തുപറമ്പിൽ തന്നെയല്ലേ സഖാവ് KV സുധീഷ് ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുമ്പോൾ അച്ഛനമ്മമാരുടെ മുന്നിൽ വെച്ച് 32 കഷ്ണമായി വെട്ടിനുറുക്കപ്പെട്ടത്? അതുകൊണ്ട് ചരിത്രത്തിലേക്ക് പോയാൽ കൃത്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ശേഷിയും ചങ്കുറ്റവുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സംഭവത്തെ അപലപിക്കാനോ അതിനെ കൗണ്ടർ ചെയ്യാനോ മറ്റൊരു സംഭവം എടുത്ത് ആവർത്തിക്കാനോ അതിനെ അനുകരിക്കാൻ അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനോ ശ്രമിച്ച ആളല്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ മാധു തന്നെ ചോദിച്ചു, 3-4 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരോ മാറ്റി നിർത്തിയവരെ അല്ലെന്ന്. ഞാൻ അസംതൃപ്തമായി പറയുന്നു, ഒരു ഘട്ടത്തിൽ പോലും ഈ മരണപ്പെട്ടയാളോ പരിക്കേറ്റയാളോ പാർട്ടിയുടെ ഭാഗമല്ല. പാർട്ടി അംഗമാണെങ്കിലോ പാർട്ടിയുടെ പ്രവർത്തകനോ അനുഭാവിയോ ആണെങ്കിൽ മാറ്റി നിർത്തിയാൽ മതി. അത്തരത്തിൽ ഒരു ഘട്ടത്തിലും പാർട്ടിയുടെ ഭാഗമായി വന്നിട്ടില്ല. ഏതെങ്കിലും SFIയോ DYFIയിലോ മഹിളാ അസോസിയേഷനിലോ അല്ലെങ്കിൽ CITUലോ വർഗ ബഹുജന സംഘടനകളിൽ എന്തെങ്കിലും മെമ്പർഷിപ്പ് ഉള്ളവരാണ് ഈ പെട്ടവർ എന്ന് ഒരു തെളിവുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ദൃശ്യമാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവരുമായിരുന്നല്ലോ. കോൺഗ്രസും BJPയും അതെടുത്ത് പത്രസമ്മേളനം നടത്തുമായിരുന്നല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് ലീലയുടെ വീട് ആക്രമിച്ച കേസിലെ പ്രതിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് ബാബു ക്യാൻസർ രോഗിയാണ്. ആ ബാബുവിന്റെ വീട് അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഇതിലെ ബിനീഷ്. അതുപോലെ തന്നെ അശ്വന്ത് എന്ന് പറയുന്ന പാർട്ടി പ്രവർത്തകനെ ക്രൂരമായി തല്ലിച്ചതച്ച കേസിലെ പ്രതിയാണ്. അത്തരം സംഭവങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ശക്തമായി ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പേര് പാർട്ടി പ്രവർത്തകർ കേസിലുണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്ന വിശദീകരണം. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പാർട്ടിക്ക് പകയുള്ള അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകരെ തല്ലിയിട്ടുള്ള, പാർട്ടിയുടെ പ്രവർത്തകരെ ഉപദ്രവിച്ചിട്ടുള്ള ആളുകളുടെ വീട്ടിലേക്ക് അവർക്ക് ക്രിമിനൽ സ്വഭാവമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. പിന്നെ എന്തിന് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നു എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണല്ലോ ഡോക്ടർ അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നിങ്ങളുടെ ഏരിയ സെക്രട്ടറി, ഇത് ഞാൻ 3ാമത്തെ തവണയാണ് അങ്ങോട്ട് ചോദിക്കുന്നത്, ഏരിയ സെക്രട്ടറിക്ക് അതിൽ ജാഗ്രത കുറവുണ്ടായി. അപ്പോഴും തെറ്റാണെന്നല്ല കേട്ടോ, ജാഗ്രത കുറവുണ്ടായി, ആള് കാണുമ്പോൾ പോകാമോ എന്ന രീതിയിലാണ് ജാഗ്രത കുറവുണ്ടായി എന്തെങ്കിലും തള്ളി പറയേണ്ടി വരുന്നത്. അല്ല മാധു, ഞാൻ ആദ്യം പറഞ്ഞപ്പോ അവസാനം അത് മുഴുപ്പിക്കാൻ സമ്മതിച്ചില്ല. ഒരൊറ്റ പ്രശ്നം, ഇവർ അക്രമകാരികളാണ്, ക്രിമിനലുകളാണ്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. പക്ഷെ അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ ബന്ധുക്കളും ആ പ്രദേശത്ത് സമൂഹത്തിൽ നന്നായി ജീവിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാകും. ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ ആ മരണാനന്തര ചടങ്ങിൽ പോയി എന്ന് വെച്ച് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം പാർട്ടിക്കാണ് എന്ന് പറയാൻ പറ്റുമോ?
വടകരയിലെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ പറഞ്ഞു ഈ അക്രമ സംഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് പാർട്ടി സെക്രട്ടറിയുടെ നിലപാടിന് വിരുദ്ധമല്ലേ? ഇത്രയും ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടായാൽ അന്വേഷിക്കണ്ടേ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയല്ലേ വെച്ചത്? പ്രധാനപ്പെട്ട പോലീസ് ഓഫീസർമാരല്ലേ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്? വളരെ ചടുതല് അന്വേഷണം മുന്നോട്ട് പോവുകയല്ലേ? അത് ഈ ഗവൺമെന്റിന്റെ കടമയാണ്. അപ്പൊ അത്തരത്തിൽ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞാൽ അത് പാർട്ടി സെക്രട്ടറിയുടെ നിലപാടിന് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മളെ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം നടന്ന സമയത്ത് എവിടെ പോയി ഈ പറയുന്ന സ്നേഹാന്വേഷണം എന്ന് ജിൻഡോ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ള വീടുകളിൽ ഈ സ്നേഹാന്വേഷണവുമായി ആളുകൾ എത്തിയിട്ടുണ്ട് എന്നതൊരു ചോദ്യമാണ്. പലയിടങ്ങളിൽ ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്ന എത്ര പേർ മരിക്കുന്നുണ്ട്? അവരുടെയൊക്കെ വീടുകളിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അത് എതിർക്കപ്പെടേണ്ട, അതിനോട് അനുഭാവം കാണിക്കേണ്ടാത്ത സംഭവ വികാസമാണ് എന്ന് നല്ല ബോധ്യം സാധാരണഗതിയിൽ എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ഇനി അതും പോകട്ടെ, പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കുന്നു, വലിയ തോതിൽ ആരോപണം ഉണ്ടാകുന്നു, പാർട്ടി പ്രവർത്തകർക്കെതിരെ ആരോപണം ഉണ്ടാകുന്നു എന്നതറിയാതെയാണോ ഈ ദിവസങ്ങളിലെല്ലാം നാട്ടിലുള്ള മുഴുവൻ മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നു? സ്വന്തം നാട്ടിലൊരു ബോംബ് സ്ഫോടനം ഉണ്ടായതിൽ പ്രതികളായി നിൽക്കുന്നവരുടെ വീട്ടിലേക്ക് അനുശോചനം അറിയിക്കാൻ പോകുന്നത്. എന്നിട്ട് അതങ്ങ് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് പറഞ്ഞാൽ ആയിരിക്കാം. പക്ഷെ ആ ഉത്തരവാദിത്ത ബോധം ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം. മധു, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ പാനൂർ പ്രദേശത്തോ അല്ലെങ്കിൽ കൂത്തുപറമ്പ് ഏരിയയുടെ മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന പ്രദേശത്തോ കോൺഗ്രസ് പ്രവർത്തകർക്കോ BJP പ്രവർത്തകർക്കോ കൃത്യമായി ഈ മരണപ്പെട്ടയാളെ കുറിച്ചും ഇതിൽ പരിക്കേറ്റവരെ കുറിച്ചും നല്ല ധാരണയുണ്ട്. ഈ സംഭവം നടന്ന പ്രദേശത്തും എങ്ങനെയാണ് ഗുണ്ടാ സംഘങ്ങളുടെ ഭാഗമായി ഇവർ പ്രവർത്തിച്ചത് എന്ന് ബോധ്യമുണ്ട്. രണ്ട് സംഘങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സംഘർഷമുണ്ടാകുന്ന സാഹചര്യവും നേരിട്ട് കണ്ട അനുഭവമുള്ളവരാണ് അവിടുത്തെ എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും. അതുകൊണ്ട് ഇത്തരത്തിൽ ക്രിമിനലുകൾ നടത്തിയ പ്രവർത്തനം ഒരിക്കലും നടത്താൻ പാടില്ലാത്ത ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്ഫോടനം ഉണ്ടാകുന്നു, മരണപ്പെടുന്നു. അതിനെ നിശ്ചിതമായി തന്നെ വിമർശിക്കുന്നു. അതിന്റെ മരണാനന്തര ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമാണ്. ഈ പറയുന്ന പൊളിറ്റിക്കൽ പ്രൊഫൈലിന് അപ്പുറത്ത്, അവർക്ക് ജനപ്രതിനിധി എന്നുള്ള പ്രൊഫൈലിന് അപ്പുറത്ത് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഇറങ്ങി പ്രവർത്തിക്കുന്ന CPM പ്രവർത്തകരാണ്. അവർക്കറിയാം പാർട്ടി നേരിടുന്ന വിമർശനം എന്താണ്, ആരോപണം എന്താണ് എന്ന്. എന്നിട്ടും അതിനെയും വകവെക്കാതെ പോയിട്ടുള്ളത് കൊണ്ടാണ് അവർക്ക് മുകളിലുള്ളവർക്ക് വിമർശിക്കേണ്ടി വന്നത്. ഇത് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നത് പോലെ ആളുകൾ ബോധ്യപ്പെടണം, വിഴുങ്ങണം എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കരുതേ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് നാട്ടിൽ മുക്കിന് ബോംബുകൾ കണ്ടെത്താൻ കഴിയുന്നത് എങ്കിൽ ഈ പറയുന്ന പോലീസ് സംവിധാനവും അന്വേഷണ സംവിധാനവും ഒക്കെ എവിടെയാണ്? ഇത്ര ജാഗ്രതയില്ലാതെ പോകുമ്പോൾ ഏത് മുക്കിനും മൂടിലും സ്റ്റീൽ ബോംബൊക്കെ ഒളിപ്പിച്ചു വെക്കാം എന്ന് പറയുന്നതാണോ തിരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന സുരക്ഷാ സംവിധാനവും പരിശോധനയും ഒക്കെ? തീർച്ചയായിട്ടും അത് എൻ്റെ സംശയം അത് തന്നെ. ഈ അരുൺകുമാർ സത്യത്തിൽ പറയുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിക്ക് എതിരാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വടക്കേൽ ഒരു പ്രമോദിന്റെയും ശാന്തയുടെയും വീട്ടിൽ നിന്ന് 750 കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ പിടിച്ചു എന്ന് പറയുന്നു. മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പിടിച്ചു, മറ്റു പല കാര്യങ്ങളും സ്റ്റീൽ ബോംബ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷ കൊടുക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്? ഇങ്ങനെ നിർബാധം സ്ഫോടക വസ്തുക്കൾ കൊണ്ടു നടക്കാനും ഉപയോഗിക്കാനും ബോംബ് നിർമ്മിക്കാനും പറ്റുന്ന സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന്റെ പരാജയമാണ്. അത് താങ്കൾ അറിയാതെ പറയുന്നത് സമ്മതിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തത്, ഇങ്ങനെ സ്ഫോടക വസ്തു പിടിച്ച കേസിൽ എന്തുകൊണ്ടാണ് NIA അന്വേഷണം വരാത്തത്, അല്ലെങ്കിൽ മറ്റ് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇത് ശുപാർശ ചെയ്യാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് മുൻപ് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഈ കുറെ എണ്ണം നിങ്ങൾ പറഞ്ഞു. ഇത് നടന്നപ്പോഴും ഇപ്പോൾ നടക്കുമ്പോഴും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ആരാ ഭരിക്കുന്നത്? പിണറായി വിജയനാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തമാർഗ അദ്ദേഹത്തിനാണ്. താങ്കൾ തന്നെ പറയുന്നു, സ്ഫോടനത്തിൽ പരിക്കേറ്റ പ്രതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയ അമൽ ബാബു എന്ന് പറഞ്ഞ ആളെ, ചെറുപ്പക്കാരനെ, DYFIക്കാരനെ പ്രതി ചേർത്തു എന്ന്. അപ്പോൾ ആ പ്രതി ചേർത്തത് തെറ്റായ രീതിയിലാണ് എന്നാണ് താങ്കൾ പറയുന്നത്. എങ്കിൽ തെറ്റായ രീതിയിൽ പ്രതി ചേർത്ത പോലീസ് വീണ്ടും അവിടെ പ്രതിപട്ടികയിൽ വരികയല്ലേ? നിങ്ങളുടെ വാദം ഏത് രീതിയിലാണ് കിട്ടാറ്? സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനം നടന്നവർക്ക് അനുമോദനമാണ് കിട്ടാറ്. ഇവിടെ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ച് സ്വന്തം ജീവിതം ഒരാൾ കൊണ്ടുപോയി ജയിലിൽ ഇട്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സാധാരണ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ മുഖ്യമന്ത്രി അനുമോദിക്കുകയും ആശംസിക്കുകയും തുടരണമെന്ന് പറയുകയും ഇവിടെ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന DYFIക്കാരനെ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ആ ആശുപത്രിയിലേക്ക് രക്ഷിച്ച് കടത്തിയ അമൽ ബാബുവിനെതിരെ പോലീസ് കേസെടുത്ത് അവനെ റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എന്ത് ന്യായമാണ്? നിങ്ങളുടെ വാദം ഏത് രീതിയിൽ അംഗീകരിച്ചാലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം ആ പക്ഷത്തുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, നിങ്ങൾ പറയുന്നു നിങ്ങളുടെ പാർട്ടി നേതാക്കളുടെ വീട് ആക്രമിച്ച കേസിലെ പ്രതി, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ, ക്യാൻസർ രോഗി ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിച്ച കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾ എന്ന് നിങ്ങൾ പറയുന്നു.
എങ്കിൽ അങ്ങനെ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെയും സ്ത്രീകളെയും ആക്രമിക്കുകയും വീട് ആക്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതികളായിട്ടുള്ള ഈ ഗുണ്ടകൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഭാഷയാണ് ഗുണ്ടാ സംഘങ്ങൾ, അത്തരം ഗുണ്ടാ സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് അനുശോചനം അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് CPM പോയി? അങ്ങനെ പോയ CPM നേതാക്കളിൽ ഒരാൾ പോലും TP ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഒരു കാലത്തും ഒരു ദേഹോപദ്രവം പോലും ഏൽപ്പിക്കാത്ത ആ മനുഷ്യന്റെ മൃതദേഹം കാണാനോ അവിടെ ഔപചാരികമായിട്ടുള്ള അനുശോചനം അറിയിക്കാനോ ആരും പോയില്ല. പോയ VS അച്യുതാനന്ദൻ എത്രത്തോളം എതിർപ്പുകൾ നേരിട്ടു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചരിത്രമാണ്. അതിനുശേഷം കുലംകുത്തി എന്നും കുലംകുത്തിയാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആ മരണത്തിന് ആണിയടിച്ചു കൊടുത്തതാരാ? പിണറായി വിജയൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ്. അന്നൊന്നുമില്ലാത്ത എന്ത് സ്നേഹമാണ് നിങ്ങളുടെ പാർട്ടിക്കാരെ ആക്രമിച്ച, സ്വന്തം നിലയിൽ ബോംബുണ്ടാക്കി പ്രവർത്തകർ കൈയും കാലും നഷ്ടപ്പെട്ടു. നാദാപുരത്ത് 5 ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു. വള്ളിയായിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കൈപ്പത്തി പോയി. നിങ്ങൾ ആരും മോശമല്ല ഇതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അല്ല മാധു, അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ 4-5 വർഷത്തെ ചരിത്രത്തിനുള്ളിലാണ് അദ്ദേഹം പറയുന്നത്. അല്ല അരുൺകുമാറെ വിഷമിക്കില്ലേ? അല്ല അരുൺകുമാറെ വിഷമിക്കില്ലേ? ഞാൻ അതിൽ പറയുന്നത് ഇതിലേത് അല്ല അരുൺകുമാറെ വിഷമിക്കില്ലേ? ഞാൻ താങ്കൾ പറഞ്ഞപ്പോ മിണ്ടിയില്ലല്ലോ. ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയുന്നത് ഈ ലീഗുകാരോ കോൺഗ്രസ്സുകാരോ ഇത്തരം പ്രവർത്തകരൊക്കെ ഇതിൽ കേസിൽ പ്രതിയാക്കപ്പെട്ടു എന്ന് താങ്കൾ പറയുന്നു. ഇത്തരം സാഹചര്യത്തിൽ ആരെങ്കിലും കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ മറ്റേതെങ്കിലും കക്ഷിയുടെ നേതാക്കന്മാർ ഇത് ഞങ്ങളുടെ പ്രവർത്തകരല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ആശുപത്രിയിൽ പോയി സന്ദർശിക്കുകയോ ഇവരുടെ ചികിത്സാ സഹായം നടത്തിയോ ഇവരുടെ കേസ് നടത്തിയോ ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ടോ? ഇതില്ല. ഈ പറഞ്ഞ പരിപാടി, ഈ 2 പരിപാടിയും കൂടി ഉപദേശവും ഊഞ്ഞാലോട്ടവും നടത്തുന്നത് CPM ആണ്. ആദ്യം നിങ്ങൾ തള്ളിപ്പറയും, നിയമസഹായം കൊടുക്കും. നിങ്ങൾ തള്ളിപ്പറയും, പിന്നെ നിങ്ങൾ അരുൺകുമാറെ 19 വയസ്സുള്ള ധീരജിന്റെ നെഞ്ചിലേക്ക് ഇറക്കിയാളെ APCC പ്രസിഡന്റ് പറഞ്ഞത് എന്താ? ഞങ്ങളുടെ പയ്യൻ എന്താ പറഞ്ഞ്? ഇപ്പോ അവിടെ ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്നുണ്ട് ഈ കൊലക്കേസിലെ പ്രതി. എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ? എത്രയോ കൊലക്കേസുകളിൽ പ്രതികളെ നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തലയിലേറ്റിക്കൊണ്ട് നടന്നിട്ടുണ്ട്. APCC പ്രസിഡന്റ് എന്താ പറഞ്ഞത്? പ്രിയപ്പെട്ട 19 വയസ്സുകാരനെ കുത്തിയിറക്കി കൊന്ന പിറ്റേ ദിവസം പറഞ്ഞില്ലേ ഞങ്ങളുടെ പയ്യൻ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്ന് നുണ പറയുന്നതിന് ഒരു അറുതി വേണം. കാര്യങ്ങൾ മനസ്സിലാക്കി പറയാം. ഇനി മുന്നോട്ട് ചരിത്രം ഞാൻ പറയാം. ഞാൻ പറഞ്ഞോട്ടെ എന്റെ പൊന്ന അരുൺകുമാറെ, ധീരജല്ല, അഭിമന്യുവല്ല, ആര് മരണപ്പെട്ടാലും, ഞാനോ താനോ ആര് മരണപ്പെട്ടാലും, ഈ കേരളത്തിൽ ഏതൊരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അതിലും മനസ്താപം ഉണ്ടാകേണ്ട ആളുകളെ നമ്മൾ, മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കേണ്ട ആളുകളെ നമ്മൾ, കൊല്ലപ്പെട്ടവരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളുന്ന ആളുകൾ എങ്ങനെ ശരിയാകുക? നിങ്ങൾ എന്ത് ജനാധിപത്യ ബോധം ഈ രാജ്യത്തിന് കൊടുക്കുന്നത്? അല്ല ഞാനൊന്ന് പറയട്ടെ, താങ്കൾ കുറെ പറഞ്ഞില്ലേ, ഞാനൊന്ന് പറയട്ടെ. പറയുന്നത് കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത കാണിക്കൂ. ഇങ്ങനെ അരുൺകുമാറെ, അങ്ങനെ സഹിഷ്ണുത ഇല്ലാത്തതിന്റെ പേരില്ല. ധീരജ് മരണപ്പെട്ടത് കോളേജ് ക്യാമ്പസിനകത്തല്ല, ക്യാമ്പസിന് പുറത്താ. നിങ്ങൾ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കില്ലേ? വിഷയം മാറ്റാൻ നോക്കില്ലേ? ധീരജ് മരണപ്പെട്ടത് ക്യാമ്പസിന് പുറത്താ. കൊല്ലാൻ ഓടിക്കുമ്പോ മരണപ്പെട്ടത്. ഞാൻ പറയട്ടെ ഈ ധീരജ് കേസിലെ പ്രതികളെ, ധീരജ് കേസിലെ നിങ്ങളെ ഈ ധീരജ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്തായെന്ന് പറഞ്ഞേ? നിങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞേ കൊല്ലാൻ ഉപയോഗിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പോലീസ് പറയുന്ന കത്തി എവിടെ? അത് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ആ കത്തി കൊണ്ടുപോയത് SFIയുടെ പ്രവർത്തകരാ. നിങ്ങൾ ഒരുപാട് കഥയൊന്നും പറയല്ലേ. നിങ്ങളുടെ അഭിമന്യു മരണപ്പെട്ട് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോ വിചാരണ ഘട്ടത്തിലല്ല, നിങ്ങൾ ഇപ്പൊ പറയണം. നിങ്ങൾ ധീരജിന്റെ ഒരുപാട് ധീരജിന്റെ ആകട്ടെ, അഭിമന്യുവിന്റെ ആകട്ടെ, ലോകത്തെ ഏത് മനുഷ്യജീവിയുടെയും ആകട്ടെ, ഞാനൊന്ന് ഇടപെടട്ടെ. അത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമായവർ അഴിക്കുള്ളിലാണ് ഉണ്ടാകേണ്ടത്. ഈ പറയുന്ന ഏത് കൊലക്കേസിലെയും പ്രതികൾക്ക് സ്വാതന്ത്ര്യമായി നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാനും ഇലക്ഷൻ പ്രവർത്തനത്തിനും പോകാൻ കഴിയുന്നുണ്ട്, ജാമ്യത്തിൽ ഇറങ്ങി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംവിധാനത്തിലുള്ളൊരു വീഴ്ചയാണ്. ഈ കത്തി കണ്ടെത്താൻ നമ്മുടെ സംവിധാനത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന കേസിലെ പ്രതി ഇന്ന് പുറത്തിറങ്ങി നടക്കില്ലായിരുന്നു എന്നതിനെ പറ്റി ഒരു ബോധ്യം ഉണ്ടല്ലോ അല്ലേ? മാധു, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ദൃക്സാക്ഷികളുള്ള കേസ് അല്ലെ, തെളിവ് കണ്ടെത്താൻ കഴിയാതെ പോലീസിന് നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് ജാമ്യം എടുത്ത് പുറത്തിറങ്ങാൻ കഴിയുന്നത്. കൊല്ലം എത്രയായി ധീരജിന്റെ കാര്യം പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നു, അഭിമന്യുവിന്റെ കാര്യം പറഞ്ഞ് കേരളം കണ്ണീരൊഴുക്കുന്നു. എന്നിട്ട് എന്തായി? ഈ അഭിമന്യുവിന്റെ കേസിലെ പ്രതി 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് ദാ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞപ്പോഴല്ലേ അറസ്റ്റിലായത്? എവിടെ പോയിരുന്നു കേരള പോലീസിന്റെ അത്ര വലിയ കൃത്യനിഷ്ഠത? പൊൻതൂമലുകളൊക്കെ എടുത്ത് പെട്ടിയിൽ വെച്ചിരുന്നോ?
അല്ല എന്താ കുഴപ്പം ധീരജിന്റെ കേസിൽ? ധീരജിന്റെ കേസല്ല, അഭിമന്യുവിന്റെ കേസ്. അഭിമന്യുവിന്റെ കേസ്, ധീരജിന്റെ കേസല്ല പറഞ്ഞത്. അഭിമന്യുവിന്റെ കേസ്, അഭിമന്യുവിന്റെ കേസിലെ പ്രധാന പ്രതിയെ നിങ്ങളുടെ പോലീസ് എപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്? ഒറ്റ മിനിറ്റ് ഇടപെടരുത്. എന്താണ് അഭിമന്യുവിന്റെ കേസ് വൈകുന്നത്? കുറെ നാളായി നിങ്ങളെടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ എന്താ വൈകാൻ കാരണമെന്ന്. അഭിമന്യു SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കെതിരായിട്ടുള്ള ആട്രോസിറ്റിയുടെ കേസ്, കൊല്ലപ്പെട്ട കേസ് ജില്ലയിൽ ഒരു കോടതി മാത്രമേ വിചാരണ നടത്താൻ കഴിയൂ. എന്റെ പൊന്നരുൺകുമാരെ, കേസിന്റെ വിചാരണയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ജില്ലയിൽ ഒരു കോടതി കുറിച്ചാണ് അങ്ങേക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആളാണ്. ഒറ്റ മിനിറ്റ് നിങ്ങൾ ക്ഷമിക്ക്. ഒറ്റ മിനിറ്റ്. അതിലെ മുഴുവൻ പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടും വിചാരണ തുടങ്ങാൻ കഴിയാത്തത് നടിയെ ആക്രമിച്ച കേസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടക്കുന്നു. മറ്റൊരു കേസും അവിടെ വിചാരണയ്ക്കായി പരിഗണിക്കുന്നില്ല. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം നടിയെ ആക്രമിച്ച കേസ് നടക്കുന്നു. ആ കോടതിക്ക് മാത്രമേ SC/ST ആട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള സ്പെഷ്യൽ കേസുകൾ കൈകാര്യം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഡിലേ. അല്ലാതെ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി കുറ്റപത്രം സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നു. കുറച്ച് ഡോക്യുമെന്റുകൾ കാണാതായിട്ടുണ്ടെങ്കിൽ അത് കോടതിയുടെ കുഴപ്പമാണ്. ഹൈക്കോടതി ഇടപെട്ട് ആ രേഖകളെല്ലാം കോടതിയിൽ അതൊന്നും വച്ചിട്ട് ഈ ഗവൺമെന്റിനെ ആക്രമിക്കാൻ വിചാരണ എന്നൊരു വാക്ക് ഞാൻ ഇവിടെ മിണ്ടിയിട്ടില്ല. 2 വർഷം വൈകി. വിചാരണ എന്നൊരു വാക്ക് ഞാൻ മിണ്ടിയിട്ടില്ല. അത് നടക്കട്ടെ. ജാമ്യത്തിലാണ് പ്രതി. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രധാനപ്പെട്ട പ്രതി അറസ്റ്റിലായത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ലാതെ കേസ് വിചാരണ നടത്തിയോ ശിക്ഷിക്കപ്പെട്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല. അതിൽ 15ഓളം പ്രതികൾ കൃത്യമായി സംഭവം നടന്ന ദിവസങ്ങൾ പിടിയിലായി. ഒരു പ്രതിയെ പിടിക്കാൻ കാലതാമസം. എപ്പോ പിടിച്ചാലും അന്വേഷണം പൂർത്തീകരിച്ച് എപ്പോഴാണ് പിടിയിലായത്? നാടിനെ ഞെട്ടിച്ച കൊലപാതകം നടത്തിയിട്ട് പോലീസിന്റെ കണ്ണിൽ പൊടിയിട്ട് കണ്ട രാജ്യത്ത് പോയി, കണ്ട നാട്ടിൽ പോയി സുഖമായി കഴിയും കേരള പോലീസിന് അഭിമാനം. 2 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ദോ എന്നെ പിടിച്ചോ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കയ്യാമം വെച്ച് ജയിലിൽ കൊണ്ടുപോയി വെച്ചാൽ അഭിമാനം അല്ലെ? ആ വിഷയമല്ല നമ്മൾ പറഞ്ഞത്. എങ്കിലും കേരള പോലീസിന്റെ കീർത്തി പറഞ്ഞത് കേട്ടപ്പോൾ ഒന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ. കൃത്യമായി തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ട. കുറ്റപത്രത്തിന്റെ കാര്യം പറഞ്ഞില്ല. നമുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. ഇന്ത്യയിലെ ഓരോ പോലീസിനെ എടുത്ത് നോക്ക്. എത്രയോ കുറ്റപത്രങ്ങൾ ഏറ്റവും കൃത്യമായി വിചാരണ പൂർത്തീകരിച്ച് എത്രയോ കേസുകൾ ഈ സംഭവത്തിൽ ഈ കേസിൽ ധീരജിന്റെ കൊലപാതകോ അഭിമന്യുവിന്റെ കൊലപാതകോ ഇവിടെ ഒരു ന്യായീകരണം അങ്ങനെ പറയരുത്. അല്ല, പറഞ്ഞിട്ടില്ല. ആ 2 കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ട ദിവസം, ആ 2 കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ട ഇതേ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വലിയ കാലദൈർഘ്യമൊന്നും ഇല്ലല്ലോ KS അരുൺകുമാർ. അന്നും പറഞ്ഞിട്ടുള്ളത് വേദനയോടെ തന്നെയാണ്. അവനവന്റെ ചോര അവനവന്റെ കുഞ്ഞുങ്ങൾ എന്ന കരുതലോട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ പോലീസ് എന്ത് ചെയ്യുകയായിരുന്നു 2 വർഷക്കാലമെന്ന്. അന്നും ചോദിച്ചിട്ടുണ്ട്, ഇന്നും ചോദിക്കും. അതുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞ അജണ്ടയൊന്നും അടിച്ചേൽപ്പിക്കല്ലേ. ഞാൻ ചോദിക്കട്ടെ ഇവിടെ ധീരജിന്റെ കൊലയാളിയെ പിറ്റേ ദിവസം തന്നെ ന്യായീകരിച്ച KPCC പ്രസിഡന്റ് ചെയ്യുന്നത് വലിയ ആനക്കാര്യം, വലിയ പോസിറ്റീവ് കാര്യം, മാതൃകാപരമായിട്ടുള്ള കാര്യം. നിങ്ങളടക്കം വിമർശിക്കാൻ തയ്യാറാകുന്നില്ല. അത് ജിൻഡോ ജോണിന്റെ പണിയാണ്, എന്റെ അല്ല. അത് ജിൻഡോ ജോണിന്റെ പണിയാണ്, എന്റെ അല്ല. കേരള പോലീസിന്റെ കീർത്തിമുദ്രയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ 2 കേസുകളിൽ കേരള പോലീസിനുണ്ടായ വീഴ്ച. ഈ 2 കേസുകളാണല്ലോ എപ്പോഴൊക്കെ രാഷ്ട്രീയ ആക്രമണം ഉണ്ടാകുമ്പോഴും പ്രതിരോധം എന്ന നിലയിൽ എടുത്തു വെക്കുന്നത്. അതിലുണ്ടായ വീഴ്ച ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. അരുൺകുമാർ, ആ വിഷയം അവിടെ അവസാനിപ്പിക്കാം. നമ്മളുടെ വിഷയം അതായിരുന്നില്ല. അഡ്വക്കേറ്റ് ശ്രീകാന്ത്, വടക്കേൽ പ്രമോദിന്റെ കാര്യം നേരത്തെ അഡ്വക്കേറ്റ് KS അരുൺകുമാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. 750 കിലോ സ്ഫോടക വസ്തുക്കളാണ് സ്വന്തം വീട്ടിലും അപ്പുറത്തുള്ള ബന്ധുവിന്റെ വീട്ടിലുമായി BJP പ്രവർത്തകൻ സൂക്ഷിച്ചിരുന്നത്. ഇതിപ്പോ ഒരു സ്ഫോടനമുണ്ടായ ഒരാൾ മരിച്ചതുകൊണ്ട്, അതിൽ അല്പം പ്രാഗൽഭ്യം കുറഞ്ഞു പോയത് കൊണ്ട് വലിയ വാർത്തയായതാണോ? പ്രാഗൽഭ്യമുള്ളവർ ഇതിനൊക്കെ കോപ്പ് കൂട്ടുകയും ഇതൊക്കെ ഉണ്ടാക്കുകയും സുരക്ഷിതമായി വെക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വേണോ അതിൽ മനസ്സിലാക്കാൻ? ഇതൊക്കെ ഈ CPMകാരുടെ സ്ഥിരം ഏർപ്പാടുകളാണ്. ഒരു കൊലപാതകം നടന്ന കുറേ കൊലപാതകങ്ങളുടെയും രക്തസാക്ഷികളുടെയും ലിസ്റ്റ് എടുത്തിട്ട് വരിക, എന്നിട്ട് അതിൽ ചർച്ച നടത്തുക, എന്നിട്ട് അതിനെക്കുറിച്ച് പ്രകോപനം ഉണ്ടാക്കുക, എന്നിട്ട് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ തന്തക്ക് വിളിക്കുക.
സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞ തന്തയ്ക്ക് വിളിക്കുക. ഇത് സ്ഥിരമായിട്ട് പറയുക. അരുൺകുമാർ നല്ല ഹോംവർക്ക് നടത്തിയിട്ട് കുറേ കൈ പോയ ആൾക്കാരുടെ കാലുപോയ ആൾക്കാരുടെ ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് സമയം കളയുകയാണ്. ഇതിൽ ന്യായീകരിക്കുന്നതിന് പകരം ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇത്തരത്തിൽ നിന്ന് ആരാണെങ്കിലും ഇതിൽ നിന്ന് പിന്മാറണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോധ്യമുണ്ടാവണം, ഉത്തരവാദിത്വം ഉണ്ടാവണം. ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുന്നതിന് പകരം തള്ളിക്കളയണം. ഇപ്പൊ സ്വന്തം പാർട്ടിയുടെ, ഇവരുടെ ഭാഷയിൽ പറയുന്നത് സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീട് ആക്രമിച്ചവരെയൊക്കെ തന്നെ CPM-നെ ഉപദേശിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അദ്ദേഹം BJP പ്രവർത്തകനല്ലല്ലോ. BJP പ്രവർത്തകനല്ലല്ലോ. ആരാ പറഞ്ഞു BJP പ്രവർത്തകനാണെന്ന്? ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിന് ന്യായീകരിക്കാൻ വന്നിട്ടുണ്ടോ? ഞങ്ങൾ ആ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ കേസിൽ ഇടപെടാൻ നോക്കിയിട്ടുണ്ടോ? ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഇതാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളല്ലേ ആ വീടുകളിൽ പോയേ. CPM-കാരോ അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഇന്ന് ആ മരിച്ച ആളുടെ വീട്ടിൽ പോയിട്ട് ഉള്ളത് യാദൃശ്ചികമല്ല. ഞാൻ നേരത്തെ പറയുമ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അവർ പോയിട്ടുള്ളത് അവിടെ കൃത്യമായിട്ട് ഈ CPM-ന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ബോംബ് നിർമ്മിച്ചത്. അതിൽ CPM-ന്റെ നേതാക്കന്മാർക്ക് ഗൂഢാലോചനയുണ്ട്. അങ്ങനെ ആ ഒരു പാർട്ടിയുടെ പ്രവർത്തനമാണ് ബോംബ് നിർമ്മാണം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മരിച്ച ഒരാളുടെ വീട്ടിൽ പോയിട്ട് അവിടെ സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. അവർക്ക് കൂടുതൽ സാമ്പത്തിക ധനസഹായം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേസ് നടത്തിയിട്ടുണ്ട്. പൂർണ്ണ ഉത്തരവാദിത്വം CPM ഏറ്റെടുത്തു എന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പാക്കേജാണിത്. ഇത് പൂർണ്ണമായിട്ടും ആ വീട്ടുകാർക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്ത് വലിയ തുക പണം വാഗ്ദാനം ചെയ്തു കൊടുത്ത് ബാക്കി ആൾക്കാരുടെ പൂർണ്ണമായിട്ടുള്ള ജീവിച്ചിരിക്കുന്ന പരിക്കേറ്റവരുടെ ചികിത്സയും അതുപോലെ തന്നെ ജയിലിൽ കിടക്കുന്ന എല്ലാ നിയമസഹായവും അതിൻ്റെ സാമ്പത്തിക ബാധ്യതയും എല്ലാം CPM ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇത് കൃത്യമായിട്ട് CPM അത് ഭീഷണിപ്പെടുത്താനാണ്, അത് സ്വാധീനിക്കാനാണ്, പണം കൊടുക്കാമെന്ന് പറയുന്നതാണ്, കേസ് അന്വേഷിക്കാമെന്ന് പറയുന്നത്, അതൊക്കെ ആരോപിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതാണല്ലോ നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത്. താങ്കൾ അഭിമുഖീകരിച്ച ഒരൊറ്റ ചോദ്യം എന്ന് പറയുന്നത് BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് 750 കിലോഗ്രാം വരുന്ന സ്ഫോടക വസ്തു പിടിച്ചു എന്നാണ്. അങ്ങ് അതിനെ തള്ളി പറയുന്നത് BJP പ്രവർത്തകനല്ല, അത് തന്നെയല്ലേ CPM ചെയ്ത്, അതിനെയല്ലേ അങ്ങ് ചോദ്യം ചെയ്ത്? അങ്ങനെ ഞങ്ങൾ ആ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ അതിൽ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടോ? ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് നടപടികൾ സ്വീകരിക്കട്ടെ. ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു അക്ഷരം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് ഇപ്പല്ല. ഞാൻ ചോദിക്കട്ടെ, ശ്രീമതി മാധു, ആ കാര്യം ഇത് ഇപ്പൊ അല്ലല്ലോ, ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ആയല്ലോ. അങ്ങനെയാണല്ലോ അരുൺകുമാർ പറയുന്നത്. അങ്ങനെ പ്രമോദോ അല്ലെങ്കിൽ വേറെ ആരുടെയും വീട്ടിൽ പിടിച്ച് അത് BJPക്ക് ബന്ധമുണ്ട്. BJP ആണ് ആ ബോംബ് സ്ഫോടനം നടത്താൻ അല്ലെങ്കിൽ ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നു എന്നുള്ള ആരോപണം ഈ സംഭവം നടക്കുന്നത് വരെ ഇന്ന് വരെ ഇല്ലല്ലോ. ഇന്ന് പുതിയതായിട്ട് ആരോപണം വന്നത് CPM-ന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? അവർക്ക് ഉത്തരം മുട്ടുമ്പോൾ ആ കാര്യം പറഞ്ഞു എന്നല്ലാതെ നേരത്തെ പറഞ്ഞു BJP അല്ലെങ്കിൽ RSS ഇങ്ങനെ ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നു എന്ന് ഇവരാരെങ്കിലും ആരോപിച്ചോ? ഇല്ലല്ലോ. സ്വന്തം വീട്ടിൽ നിന്ന് 770 കിലോ സ്ഫോടക വസ്തു, 770 ഞാൻ ചോദിക്കട്ടെ, കളിപ്പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ സ്വന്തം വീട്ടിൽ നിന്ന്? വടക്കയിൽ പ്രമോദ്, RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അയാളുടെ ബന്ധുവാണ് വടക്കയിൽ ശാന്ത. ഈ രണ്ടുപേരുടെ 770 കിലോ ആലോചിച്ച് കളിപ്പാട്ടുണ്ടാക്കാനാണോ 770 കിലോ സ്ഫോടക വസ്തു? അരുൺകുമാറെ ചോദ്യം മാത്രം ചോദിച്ചാൽ പോരാ, ഉത്തരം പറയാനുള്ള കേൾക്കാനുള്ള ക്ഷമയും കൂടി വേണം. നിങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ ഏതെങ്കിലും നേതാക്കന്മാർ അത് RSS ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? BJP ആണ് ആ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്നത് എന്ന് ആരോപണം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോ അത് നിങ്ങൾ രാഷ്ട്രീയമായിട്ട് നടത്തുന്നു. ഒരാൾ അങ്ങനെ ചെയ്ത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാതെ സംഘടനയല്ല നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അരുൺകുമാർ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒന്ന് പൊയ്നൂരിൽ, ഒന്ന് ചെറുവാഞ്ചേരിയിൽ. 2 പേരുടെ വീതം ജീവൻ നഷ്ടപ്പെട്ട ഇത് സമാനമായ ബോംബ് സ്ഫോടനം. 4 പേർ മരിച്ചു. അതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടോ? നിങ്ങൾക്ക് എണ്ണം പലതും പറയാം.
ഇനിയും അങ്ങനെ ആവർത്തിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല, അപ്പൊ ഇതിലൊക്കെ ഉത്തരവാദിത്തം BJP-ക്കുണ്ട് എന്നുള്ളതാണ്. ഇതിപ്പോ പെട്ടെന്നൊരു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, അതിന്റെ പേരിൽ ഒരു മരണമുണ്ടായി, അത് വാർത്തയാകുന്നു, വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അപ്പോൾ തിരികെ ചോദിക്കാനുള്ള ബാധ്യത കൂടി ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ നമുക്കൊരാളെ വിമർശിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ധാർമ്മിക അടിത്തറ വേണം. ഉണ്ടല്ലോ, ധാർമ്മികമായിട്ട് ഞങ്ങൾക്കുണ്ടല്ലോ. ഇന്ന് വരെ പറഞ്ഞിട്ടില്ലല്ലോ അത് ആ ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ഫോടക വസ്തുക്കൾ BJP ആണ് കൊണ്ടുവന്നത്, RSS ആണ് കൊണ്ടുവന്നതെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. CPM പറഞ്ഞു. ഇന്നേ വരെ ഈ സംഭവത്തിൽ ഇപ്പൊ പ്രമോദിന്റെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടിച്ചു എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ അതിൽ സംഘടനക്ക് ബന്ധമുണ്ടെന്ന് CPM പോലും ആരോപിച്ചിട്ടില്ല. ഇപ്പൊ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ BJP-യും RSS-ഉം ഒക്കെ ആയിട്ട് ഞാൻ അതിലേക്ക് വരാം. CPM-ന്റെ സ്ഥിരം ഏർപ്പാടെന്താ? ഒരു സംഭവം അവർ തന്നെ പ്ലാൻ ചെയ്യുന്നു, ഗൂഢാലോചന നടത്തുന്നു, അതിലെന്തെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും അവരുടെ കണക്ക് കൂട്ടൽ തെറ്റിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുത്തെന്ന് പറയുന്നു. നടപടിയെടുത്തു, അതിനുശേഷം അവർക്ക് എല്ലാ സാമ്പത്തിക സഹായവും നിയമസഹായവും ചെയ്തു കൊടുക്കുന്നു. അവർ അരുണ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. നിങ്ങൾ പറയുമ്പോ എല്ലാം കേൾക്കുന്നില്ലേ? നിങ്ങൾ അതിനുള്ള ക്ഷമ കാണിക്കൂ. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ. ഞാൻ പറയട്ടെ, എനിക്ക് പറയാൻ അനുവദിക്കൂ. അരുൺകുമാർ മാത്രം പറയുന്നത് ഞാൻ കേട്ടിരിക്കാനല്ലോ. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് അരുൺ പറയുന്നതിന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. CPM എന്താ പറയാ? എപ്പോഴും പക്ഷെ അങ്ങേക്കെതിരെ വരുന്ന ചോദ്യത്തിനും അത് CPM-നെതിരെ മാത്രമേ പറയുള്ളൂ. വേറെ നിവൃത്തിയില്ല. ശരി, എന്റെ സമയം പൂർണ്ണമായി പൂർത്തിയാവുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കണമെന്ന് പൊതുജനങ്ങൾ വിചാരിക്കുന്ന സമയത്താണ് നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ സ്ഫോടനമുണ്ടായി ഒരു മരണമുണ്ടാകുന്ന, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നതിന്റെ പേരിൽ തുടർ അറസ്റ്റുകൾ ഉണ്ടാകുന്നത്. ഈ സംവിധാനം ഇങ്ങനെ പ്രവർത്തിച്ചാൽ മതിയോ എന്നൊരു ചോദ്യത്തിന് കൃത്യമായും ഉത്തരം കിട്ടേണ്ടതുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.